ദ ഡിവോഴ്സ് അല്ലെങ്കിൽ തലാഖ് എന്നുള്ള മഹാശ്വേത ദേവിയുടെ സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു തലാഖ് അല്ലെങ്കിൽ മൊഴി ചൊല്ലലിനെ കുറിച്ചാണ് ഈ സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ വളരെ പ്രശസ്തമായിട്ട് കാണുകയാണ്. എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് 3 പ്രാവശ്യം തലാഖ് പറയുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത്? ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. അത് തന്നെയാണ് ഈ സ്റ്റോറിയിൽ പോർട്രേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിൽ പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്നത് കുൽസും അല്ലെങ്കിൽ കൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, അവളുടെ ഹസ്ബൻഡായ അർഷാദ്. അപ്പോൾ ഈ അർഷാദ് എന്ന് നമ്മുടെ കുൽസുമിന് വേറെ 2 സിസ്റ്റേഴ്സും കൂടിയുണ്ട്. ഒന്ന് ഡൂലി, പിന്നൊന്ന് ഫൂലിയാണ്. ഓക്കെ, ഫൂലിയും ഡൂലിയും കൂലിയും, ഈ 3 പേരാണ് സിസ്റ്റേഴ്സ്. അതിൽ കൂലിയുടെ ഹസ്ബൻഡാണ് അർഷാദ്. അർഷാദ് എന്ന് പറയുന്നത് കല്യാണ സമയത്ത് വലിയ റിച്ച് ആയിരുന്ന ഒരാളൊന്നും അല്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഡൗറി വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവർ ചോദിക്കുന്നുണ്ട്, കുൽസും ചോദിക്കുന്നുണ്ട് അച്ഛനോട്, എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്? പ്രത്യേകിച്ച് വെൽത്തോ പ്രോപ്പർട്ടിയോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരാൾക്ക് എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്? പിന്നീട് കുൽസുമിന് മനസ്സിലാവുന്നുണ്ട് തന്നെ കല്യാണം കഴിച്ച ആൾ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് തനിക്കുള്ളത് എന്ന് കുൽസും മനസ്സിലാക്കുന്നു. ഓക്കെ, അങ്ങനെ തൻ്റെ അച്ഛൻ തന്ന പൈസ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, കൂലിയും അതുപോലെ തന്നെ അതായത് നമ്മുടെ കുൽസുമും അർഷാദും കൂടി ഒരു പോൾട്രി ഫാം തുടങ്ങുകയും അവർ എന്ത് ചെയ്യണം, മൃഗങ്ങളൊക്കെ വളർത്തി പശുവിനൊക്കെ വളർത്തി ജീവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ എൻറ്റയർ ഏർണിങ്സ്, അവർക്ക് കിട്ടുന്ന വരുമാനമൊക്കെ തന്നെ നമ്മുടെ അർഷാദ് എന്ത് ചെയ്യും, ഭാര്യയ്ക്കാണ് സൂക്ഷിക്കാനായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ അവൾ എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും. അപ്പോൾ കൂലിക്ക് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം കുട്ടി ഉണ്ടാവുകയും സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി നേടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഷിപ്പിംഗ് കമ്പനിയിൽ ജോബ് സെക്യൂർ ചെയ്യണം എന്ന് മകനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അവരുടെ മകൻ അങ്ങനെ ജോലിയും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മകനും എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട്. ഈ പൈസയൊക്കെ തന്നെ ഒരു ബ്രാസ് കണ്ടെയ്നറിലാണ് അരയുന്നത്, മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചു വെച്ചിട്ടാണ് ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ പൈസ എന്തിനു ഉപയോഗിക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്, ഒരു പുതിയ വീട് ഉണ്ടാക്കാമെന്നുള്ള ലക്ഷ്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, നമ്മുടെ കുൽസുമിന് ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഈ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയാണ്. അതായത് ഇത്രയും കാലം സൂക്ഷിച്ച് വെച്ച പൈസയൊക്കെ ഒരു നിമിഷം കൊണ്ട് പോകാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഗ്രാൻഡ് സൺ, ഇവരുടെ പേരക്കുട്ടിക്ക് എന്ത് സംഭവിക്കുകയാണ്, ഒരു അസുഖം ബാധിക്കുകയാണ്. ഓക്കെ, അവർ വളരെയധികം അസുഖം ബാധിക്കുകയും അപ്പോൾ എന്താണ് ലോക്കൽ ഡോക്ടർ എന്ത് പറയുന്നുണ്ട്, ഇത് കുട്ടിയെ ഇവിടെ ശുശ്രൂഷിച്ച പോരാ, ടൗണിൽ കാണിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഈ കുട്ടിയെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഹസ്ബൻഡും വൈഫും അർഷാദും കുൽസും തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. അപ്പോൾ വഴക്ക് കൂടി ലാസ്റ്റ് അർഷാദ് നമ്മുടെ കുൽസുമിനെ മൊഴി ചൊല്ലുകയാണ്. ഓക്കെ, തലാഖ് പറയാണ്, തലാഖ് എന്ന് പറയാണ്. ഓക്കെ, അങ്ങനെ 3 വർഷം പറഞ്ഞതോടുകൂടി അത് അദ്ദേഹം ദേഷ്യത്തിൻ്റെ പുറത്താണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻ അവിടെ ബ്രേക്കാണ്. ഓക്കെ, അത് കേട്ടതോടെ അവൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുകയാണ്. താൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം കേട്ടപ്പോൾ ബോധം കെട്ട് വീഴുകയും പിന്നീട് അവിടെ നിന്ന് എണീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്തല്ലോ എന്നോർത്ത് വിഷമിച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, അവളുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, തൻ്റെ ജ്വല്ലറിയും പൈസയൊക്കെ എടുത്തുകൊണ്ട് അവളുടെ മൂത്ത ചേച്ചിയായ ഫൂലിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഫൂലി എന്ന് പറയുന്നത് അവർക്കൊക്കെ പൈസ ഒരുപാടുണ്ട്. ഓക്കെ, ഫൂലിക്കായാലും ഡൂലിക്കായാലും ഒക്കെ തന്നെ നല്ല സമ്പാദ്യമുള്ള കുടുംബത്തിലേക്കാണ് കല്യാണം കഴിച്ചത്. പക്ഷെ അവർക്ക് എന്തില്ല, സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഹസ്ബൻഡ് വഴിയായാലോ കുട്ടികളായാലോ ഒക്കെ തന്നെ ഒരു സമാധാനം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുൽസുമിൻ്റെ ജീവിതത്തോട് ഇവർക്ക് വളരെയധികം അസൂയ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ വീട്ടിലെത്തിയപാട് ഫൂലി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ആവാൻ കാരണം നിനക്കെന്തോ നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ശാപമായിട്ടാണ് നിനക്കിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്, ഫൂലി അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് കുൽസും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ പോകുന്നത് അവളുടെ അടുത്ത ചേച്ചിയായ അല്ലെങ്കിൽ അടുത്ത സിസ്റ്ററായ ഡൂലിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഡൂലി അവളോട് പറയുന്നത്, നീ എന്ത് ചെയ്യുക, തൊട്ടടുത്തായിട്ട് തന്നെ പുതിയൊരു വീടുണ്ടാക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് കൂലിയുടെ മകൻ, അതായത് അർഷാദിൻ്റെയും കൂലിയുടെ മകൻ എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് വരുന്നു, ഡൂലിയുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ കുൽസുമിനോട് പറയുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരണം, ഫാദർ ആകെ അന്ന് ചെയ്ത ആ കാര്യത്തിൽ വളരെയധികം ദുഃഖിക്കുകയാണ്. അദ്ദേഹം ആകെ തകർന്നുപോയി, തലാക്ക് പറഞ്ഞതുകൊണ്ട്, ഇല്ലെങ്കിൽ ആ വിഷമത്തിൽ അദ്ദേഹം ഫുൾ ഷാറ്റേർഡാണ്, ഹീസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡായി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പോയതിന് ശേഷം അല്ലെങ്കിൽ അമ്മ പോയതിന് ശേഷം അച്ഛൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഇങ്ങനെ പല കാര്യങ്ങളും മകൻ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ കുൽസുമിന് ഒരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ അർഷാദിൻ്റെ കൂടെ
ചേരാതിരിക്കുന്നതിന് അദ്ദേഹം അവളൊരു റീസൺ കാണുന്നില്ല. തിരിച്ചു പോകണം ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് എന്ന് ഉള്ളിലൊരു ആഗ്രഹം കൂടി അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഈ റിലീജിയസ് റൂൾസ് പ്രകാരം ഒരാളെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മൊഴി ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ സിനിമ ഓർക്കുക, ഓക്കെ, നമ്മുടെ മാമ്പഴക്കാലമൊക്കെ സിനിമയിലേക്ക്, അതിൽ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ വേറൊരാൾ കല്യാണം കഴിച്ച് അയാൾ മൊഴി ചൊല്ലിയാൽ മാത്രമേ വീണ്ടും ആദ്യ ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഴയ ഭാര്യയെ സ്വന്താക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊച്ചിൻ അനീഫയുടെ ക്യാരക്ടർ ഏതിൽ, മാമ്പഴക്കാലത്തിൽ, അതായത് ശ്രീനിവാസൻ കല്യാണം കഴിക്കുന്നുണ്ട് സെക്കൻഡ് ടൈം, പക്ഷേ തിരിച്ച് നീന്നില്ല, മൊഴി ചൊല്ലുന്നില്ല, അദ്ദേഹം ഭാര്യയായിട്ട് വീട്ടിൽ വെക്കണം. അപ്പോൾ ആ അവസ്ഥ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തോട് ആർക്കും ഇഷ്ടാവുന്നില്ല, നമ്മുടെ കൂലിക്ക് ഇഷ്ടാവുന്നില്ല. മാത്രമല്ല അവളോട് അവളുടെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്, എന്താ നീ ഇർഫാൻ മൊണ്ടൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിക്കണം, അദ്ദേഹം വേണമെങ്കിൽ പിന്നീട് ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ ഈ ഒരു പ്രപ്പോസലിൽ ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അവൾ മനസ്സിലാക്കുകയാണ് ഈ അർഷാദ്, ഇവളുടെ ആദ്യ ഭർത്താവ്, സ്ഥലവും വീടൊക്കെ വിറ്റ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവൾ ഇങ്ങനെ വിൽക്കാമെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയപ്പോൾ രണ്ടുപേർക്കും എന്താണ് ആ റിഗ്രറ്റ് മനസ്സിലാവുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അർഷാദിന് തോന്നുകയും കൂലിക്ക് അയാളോട് സിമ്പതി തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും പിന്നീട് കൽക്കട്ടയിൽ പോയിട്ട് സെറ്റിലാവുകയാണ്. ഓക്കെ, അതായത് എല്ലാവരും അവരെ കുറ്റം പറഞ്ഞെങ്കിലും, അതായത് ഒരാളെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്ത് അടുത്ത ആളെ ചെയ്യാതെ വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ പോയത് സമൂഹമൊക്കെ ക്രിട്ടിസൈസ് ചെയ്തെങ്കിലും, പക്ഷേ അവരതിനൊന്നും വില കൽപ്പിക്കാതെ എന്ത് ചെയ്തു, ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ സ്റ്റോറി തീരുകയാണ്. ഓക്കെ, ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പാട്രിയാർക്കിയാണ് അല്ലേ. ഒരു പെട്ടെന്നാണ് അർഷാദ് എന്ത് ചെയ്യുന്നത്, ദേഷ്യത്തിൻ്റെ പുറത്ത് അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ഭാര്യ 10-60 വയസ്സ് വരെ അവർ ജീവിച്ചിരുന്ന ആ ഒരു റിലേഷൻ വേണ്ട എന്ന് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ലവിനേക്കാളും കൂടുതൽ അവിടെ ആ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ റൂൾസാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂലി സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ പോയപ്പോഴും അവൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആരും തന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുന്നില്ല എന്നുള്ളൊരു അവസ്ഥയും കൂടി നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, സെൽഫ് റിയലൈസേഷനും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കാരണം എല്ലാവരും ഇതിലെ ക്യാരക്ടേഴ്സ് ഒരു പേഴ്സണൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ എന്താണ്, തെറ്റെന്താണ്, ശരിയെന്താണെന്ന് മനസ്സിലാക്കാനും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട തീംസ് ആയിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.